മനുഷ്യർക്ക് എന്തെല്ലാം കഴിവുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഒരുപാട് സമയം നൽകിയിട്ടുണ്ട്. സമയവുമുണ്ട്, കഴിവുകളുമുണ്ട്. പക്ഷെ അത് പുറത്തെടുക്കാൻ കഴിയുന്നില്ല. എല്ലാവരും മടിയന്മാരായിരിക്കുന്നു. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വർദ്ധിക്കുകയും എല്ലാവരുടെ കൈകളിലും മൊബൈൽ എത്തുകയും ചെയ്തതോടുകൂടി എല്ലാവരും ഈ ഒരു മൊബൈൽ ഫോണിനകത്താണ്. ചെയ്യാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അവർക്ക്. പക്ഷെ അതൊന്നും ചെയ്യാൻ അവർക്ക് യാതൊരു താല്പര്യവുമില്ല. പിശാച് അവന്റെ കെണിയിൽ മനുഷ്യനെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു. ആ ബന്ധനത്തിൽ നിന്ന് മോചിതനാകാൻ അള്ളാഹുവിന്റെ തൗഫീഖുള്ള ആളുകൾക്കല്ലാതെ സാധ്യമല്ല. പ്രാർത്ഥിക്കൂ, പ്രവർത്തിക്കൂ. പിശാചിന്റെ കെണിയെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയും ബോധവും നമുക്ക് ഉണ്ടാകണം. അതേപോലെ തന്നെ നമ്മുടെ മടി കാരണം നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. അലസതയുള്ള മടിയുള്ള ഒരു ഉപ്പ മക്കൾക്ക് ഫിത്നയാണ്. അലസതയും മടിയുമുള്ള ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ഫിത്നയാണ്. അലസതയും മടിയുമുള്ള ഒരു ഭാര്യ ഭർത്താവിന് ഫിത്നയാണ്. അലസതയും മടിയുമുള്ള ഒരു ഹാക്കിം നാട്ടുകാർക്ക് ഫിത്നയാണ്. അലസതയും മടിയുമുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വരുന്ന ആളുകൾക്ക് ഫിത്നയാണ്. ഈ അലസത, മടി എന്ന് പറയുന്നത് സമൂഹത്തെ മുച്ചൂടം നശിപ്പിക്കാൻ മാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹി വലാ തഅജിസ്. വളരെ ശ്രദ്ധേയമായ ഉപദേശമാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായ മുഴുവൻ കാര്യങ്ങളിലും താല്പര്യപൂർവ്വം മുന്നിട്ടിറങ്ങണം. താല്പര്യപൂർവ്വം. ഇഹ്രിസ് എന്ന് പറഞ്ഞാൽ താല്പര്യത്തോടുകൂടി മുന്നോട്ട് വരിക, അലസത കാണിക്കരുത്. അതേ സന്ദർഭത്തിൽ റബ്ബിന്റെ തൗഫീഖില്ലാതെ ഒന്നും പൂർത്തിയാക്കാൻ കഴിയില്ല. വസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടുകയും പ്രാർത്ഥിക്കുകയും വേണം. വലാ തഅജിസ്, ഒരിക്കലും തോറ്റുപോകരുത്. നിങ്ങളുടെ ഒരു പരിശ്രമം ഒരിക്കൽ പരാജയപ്പെട്ടേക്കാം. പരാജയപ്പെട്ടു എന്നതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ മുഴുവൻ തോൽവിയാണ് എന്ന് കരുതരുത്. വീണ്ടും വീണ്ടും പരിശ്രമിക്കണം. അതാണ് റസൂലുള്ള പറയുന്നത്, വലാ തഅജിസ്, തോറ്റുകൊടുക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഹലാലാണെങ്കിൽ തോറ്റുകൊടുക്കാതെ പരിശ്രമിക്കൂ. റബ്ബിൽ തവക്കുലാക്കൂ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ. വിജയിക്കാൻ സാധിക്കും.